ബീട്രൂട്ടിനെ കൊണ്ട് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണാക്കിയതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഞാനിത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അരിപ്പയിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത്രയും ബീട്രൂട്ടിൻ്റെ വെള്ളമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ ജീരകവും ചെറിയ ഉള്ളിയും കൂടി മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിത് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി റവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ആവി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തട്ട് വെച്ച് കൊടുക്കാം. മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് മാവിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഉരുട്ടുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കയ്യിലാക്കി കൊടുക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വന്നാൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ മാത്രം മതി. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കെല്ലാം കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.